ഹലോ ഗൈസ്, വേറെ ഒന്നുമല്ല, ഇതൊരു ഒരു ഹാപ്പി ഡേ. വേറെ ഒന്നുമല്ല, ഇത് കണക്ക് ഒരാൾ എന്നെ ഒറ്റത്തന്തയ്ക്ക് ഇറങ്ങാനാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം ഞാൻ നേരത്തെ റീൽസ് കിട്ടില്ലേ, സ്റ്റോറിയൊക്കെ, അപ്പം അതിൻ്റെ സമാപനമാണ്. എന്നോട് പറഞ്ഞ് ഒറ്റത്തന്തയ്ക്ക് ഇറങ്ങാനാണെന്നുണ്ടെങ്കിൽ തന്ന് വീട്ടിൽ വന്ന് വാങ്ങിക്കാൻ. അപ്പം നമ്മളെ അങ്ങനെ വെല്ലുവിളിക്കുമ്പം നമ്മൾ തെളിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാനൊരു കാര്യം പറയാൻ വരിക. എൻ്റെ ഒരു കുറേ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ഇട്ട് കുറേ പേര് എന്നെ പറഞ്ഞ് എനിക്ക് എന്തുവാടാ, എനിക്ക് വേറെ പണിയില്ലേ എന്ന്. അവരവരുടെ അമ്മയെ പിടിച്ച് ഒരു അലമാര വെച്ച് പൂട്ടിക്കഴിഞ്ഞാൽ ആരും സഹിക്കത്തില്ല. അതേപോലെ ഒരു മോനായി എനിക്ക് സഹിച്ചില്ല. അപ്പോൾ 4.5 കൊല്ലം എൻ്റെ അമ്മയെ ശ്വാസം മുട്ടിച്ച് അലമാര കയറ്റി വെച്ചു. പിന്നെ അത് ഏത് രീതി എടുത്തൊന്നും എങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ പറയാൻ വന്നത് അങ്ങനെയുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം ഇന്ന് അവസാനിപ്പിക്കുക. എൻ്റെ കാരണം എന്ന് വെച്ചാൽ പോസ്റ്റ് ഇട്ട പ്രകാരം എനിക്ക് ഭീഷണി വന്നു. ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ നിനക്കത് വന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞാണോ എന്നുള്ളത് ഒരാളുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ഈ മൂക്കിന് താഴെ ഈ സാധനം വെച്ചുകൊണ്ടിരിക്കുന്നവന്മാർ എന്തായാലും ഇറങ്ങും. അതേപോലെ ഞാൻ ഇറങ്ങി എൻ്റെ അമ്മയെ അലമാരയിൽ നിന്ന് പുറത്തെടുത്തു വാങ്ങിച്ചെടുത്തു. പിന്നെ റാങ്കും കാര്യങ്ങളും നോക്കണ്ട. റാങ്ക് ഓരോ റാങ്കിലെ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞ് പീഡിപ്പിച്ച് ഇനി ഇതാക്കണ്ട. നമുക്കും നല്ല റാങ്കുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പം അതുകൊണ്ട് ഇതാണ് എൻ്റെ വീടിൻ്റെ പ്രമാണം. തിരിച്ച് ഞാൻ വാങ്ങിച്ചു. ഈ പറഞ്ഞവർക്ക് ആർത്തം ഉള്ളവനാണെന്ന് തെളിയിച്ചു കൊടുക്കും. പിന്നെ ഇതാണ് എൻ്റെ അമ്മ. ഈ അമ്മയാണ് 4.5 കൊല്ലം വെച്ച് ശ്വാസം പിടിച്ചു. അപ്പം താൽക്കാലികമായിട്ട് ഞാൻ ഈ എൻ്റെ പോസ്റ്റ് കണ്ടവരുടെയൊക്കെ അടുത്ത് ഞാൻ പറയാണ്, ഇതാണ് ഒരു മകൻ്റെ വേദന. അത് ഏത് മകനുമുള്ള വേദനയാണ് ഞാൻ കാണിച്ചത്. ഇനി ഇത് തന്നെന്ന് ചൊല്ലി ഒരു കാര്യം ഞാൻ പറയാണ്, ഇതേപോലെ നഷ്ടപ്പെട്ട കുറച്ച് പേരുടെ മുതലുണ്ട്. ഇത് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കാര്യം സാധിച്ചെന്ന് പറഞ്ഞിട്ട് അത് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉടനെ തന്നെ അതിന് പരിഹാരം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അടുത്തത് വീണ്ടും വരും. പിന്നെ ഇപ്പം ഇല്ല, ഇതിപ്പോൾ കിട്ടിയതായിട്ട് അറിയിക്കുന്നു. ഇനി എല്ലാവരും ചോദിക്കണ്ട, ഇനി അടുത്ത പോസ്റ്റ് എപ്പോഴാണെന്ന് ചോദിക്കണ്ട. കാരണം നമുക്ക് ഒരാളെ ഉപദ്രവിക്കാൻ എടുക്കാനൊന്നുമല്ല. ഇത് എനിക്ക് അവകാശപ്പെട്ട സാധനം ആയതുകൊണ്ട് എൻ്റെ അനുവാദമില്ലാതെ കൈവശപ്പെടുത്തിയതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചിടും. അതേപോലെ ഞാൻ കാരണം നഷ്ടപ്പെട്ട ആൾക്കാർക്കും അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള യാത്രയിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അത് വരും വഴി എന്താണെന്ന് വെച്ചാൽ അറിയാം. ഇത്ര ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, സ്റ്റോറി ഇട്ട് ബോറടിപ്പിച്ചതും വെറുപ്പിച്ച ആൾക്കാർക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.